നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി കണ്ടക്ടിവിറ്റി ആണ്. Measurement of conductivity of ionic solution. Measurement of conductivity of ionic solution. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ് അതിനെ പറയുക. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കാണുന്നത്. ഇനി സാധാരണ എങ്ങനെയാണ് ഈ കണ്ടക്ടിവിറ്റി ആനിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഒരു കണ്ടക്ടിവിറ്റി സെൽ, സോ ഇറ്റ് ഈസ് മെഷേർഡ് ബൈ യൂസിങ് എ സെൽ വിച്ച് ഇസ് കാൾഡ് ദി കണ്ടക്ടിവിറ്റി സെൽ. കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കാണുന്നത്. ആ കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോ എ സെൽ വിച്ച് ഇസ് മെയ്ഡ് ഓഫ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് സെല്ലാണ്. Then the electrolytic solution whose conductivity is to be measured, that is being taken inside the conductivity cell. So it is being fitted with the two platinum electrode. ഇത് രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു പൈറക്സ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് സെല്ലാണ്. ആ സെല്ലിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുക. ഏത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യപ്പെടേണ്ട സൊല്യൂഷനെ ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്താണ് എടുക്കുക. ഇനി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെറ്റപ്പ് നമ്മൾ ഈ തരത്തിലാണ് പറയുക. ഇതൊരു AC സോഴ്സുമായിട്ട് ഇതിനെ കണക്റ്റഡ് ആണ്. ഇത് R1, ഇത് R3 ആയിട്ട് പറയാം. അതേപോലെ ഇത് R4 ആയിട്ട് നമ്മൾ പറയുന്നു. R1, R3, R4. അതായത് ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതിനകത്ത് വേരി ചെയ്യാവുന്ന, ഫിസിക്സ് ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ohm 2 ohm എന്നൊക്കെ പറഞ്ഞൊരു ജോക്കിംഗ് സ്റ്റഡി കൊണ്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യാവുന്ന ബോക്സുകൾ നമുക്കറിയാം. ആ റെസിസ്റ്റൻസ് വേരി ചെയ്യാവുന്ന ബോക്സുകളാണ് R1, അതേപോലെ R3, അതേപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ R4. സോ ഇറ്റ് ഈസ് ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് കറന്റ് ഉണ്ട്. ആൾട്ടർനേറ്റീവ് സോഴ്സ് ഡയറക്റ്റ് കറന്റ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഡയറക്റ്റ് കറന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എടുത്ത കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഇലക്ട്രോളിസ് നടന്ന അതിന്റെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരാം. അപ്പോ അതിന്റെ നമ്മൾ AC സോഴ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ദെൻ R1, R3, R4 ഇത് ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നതാണ് മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് ആനിക് സൊല്യൂഷൻ ആണ്. ഏത് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, ആ സൊല്യൂഷനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് എടുത്തിട്ടുള്ളത്. കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ രണ്ട് ആംസ് ഈ കണ്ടക്ടിവിറ്റി സെല്ലുമായിട്ട് കണക്റ്റഡ് ആയി പോവുകയാണ് ചെയ്യുക. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ R1, R3, R4 എന്നുള്ള റെസിസ്റ്റൻസ് ബോക്സുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നൾ പോയിന്റ് ഡിറ്റക്ടർ ഉണ്ട്. നൾ പോയിന്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ റീഡിങ് 0-0 നിൽക്കത്തക്ക വിധം R1, R3, R4 നമ്മൾ വേരി ചെയ്തു. ഇനി അങ്ങനെ ഇഫ് ദ നൾ പോയിന്റ് ഡിറ്റക്ടർ ഷോസ് ദി നൾ പോയിന്റ്, then we can apply the relation R1 by R2 that is equal to R3 by R4. R1 നോൺ ആണ്, R3 നോൺ ആണ്, അതേപോലെ R4 നോൺ ആണ്. R2 എന്ന് പറഞ്ഞാൽ the resistance of the electrolyte whose conductivity is to be measured. ഈ തരത്തിലാണ് നമ്മൾ അവിടെ പറയാനായിട്ട് കഴിയുക. അപ്പോ R1 by R2 is equal to R3 by R4. Then ഇനി ഇതിൽ നിന്ന് R2 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? Therefore, resistance of the solution R2 is equal to R1 into R4 divided by R3. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. R2 is equal to R1, R4 by R3. അപ്പൊ ഇവിടെ R2 എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? R2 ആയിട്ട് നമ്മൾ പറഞ്ഞു വരിക. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. R2 is equal to R1 into R4 divided by R3. Then ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. സ്പെസിഫിക് കണ്ടക്ടൻസ് K is equal to then cell constant divided by resistance. ഈ സെൽ കോൺസ്റ്റന്റ് എങ്ങനെ വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ K is equal to നമുക്ക് ഇങ്ങനെ പറയാം 1 by R into L by A. For a given cell, L by A is a constant which is called the cell constant. അപ്പൊ അതുകൊണ്ട് ഈ L by A നെ സെൽ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ
റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഏത് ഇലക്ട്രോലൈറ്റ് ആണോ എടുത്തത് അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈറസ് ലാസ് ആണ്. ഇവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്, അതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്, അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഇനി എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. Since it is inconvenient to measure the length and area of cross section, then നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വീണ്ടും ഉപയോഗിക്കും. ഇപ്പൊ പൊട്ടാസ്യം ക്ലോറൈഡ് പോലെ KCl പോലെയുള്ള പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഉണ്ടാവും. അതിന്റെ ഓരോ ടെമ്പറേച്ചറിലുള്ള കണ്ടക്ടിവിറ്റി വാല്യൂ നോൺ ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റി വാല്യൂ നോൺ ആയിട്ടുള്ള കെ വാല്യൂ നോൺ ആയിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ഈ സൊല്യൂഷനകത്ത് ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നടക്കും. എന്നിട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കും? റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കും. അപ്പോ കെന്റെ വാല്യൂ അറിയാം, റെസിസ്റ്റൻസ് അറിയാം എന്നുണ്ടെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാലോ, സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ. അതായത് കണ്ടക്ടിവിറ്റി വാല്യൂ അറിയാം, റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ കെ ഇൻറ്റു ആർ ചെയ്ത് കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. അപ്പോ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനെ സംബന്ധിച്ച് ഈ തരത്തിൽ നോൺ കണ്ടക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് സെൽ കോൺസ്റ്റന്റ് ഒരിക്കൽ ഡിറ്റർമിൻ ചെയ്ത് നോക്കുക. അത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ ഒരിക്കൽ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഈ തരത്തിൽ മെഷർ ചെയ്യാവുന്നതാണ്. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അപ്പാരറ്റസുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. മെഷർമെന്റ് ഓഫ് ദി കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ ദാറ്റ് ഈസ് ബൈ യൂസിംഗ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക്